ഇന്ന് നമുക്ക് കുട്ടീസിൻ്റെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പി ആയിട്ടോ ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ദാ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടീസിൻ്റെ ലഞ്ച് ബോക്സിലാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പാസ്ത റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ എന്താ 1 കപ്പ് ഈ ഒരു മോഡലിലുള്ള പാസ്ത ആട്ടോ എടുത്തിരിക്കുന്നത്. പല ടൈപ്പുള്ള പാസ്ത നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഞാൻ ഈ ഒരു ടൈപ്പുള്ള പാസ്ത ആട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതാ കുറച്ച് വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വെളിച്ചെണ്ണയല്ല കേട്ടോ, റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ റെഡിയാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാസ്തയും കൂടി ചേർത്ത് ശരിക്കും ഒന്നും കൂടി മിക്സാക്കി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാസ്ത വെന്ത് വരാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 4-5 മിനിറ്റ്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നും കൂടി വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും കുഴഞ്ഞൊന്നും പോവാതെ പെട്ടെന്ന് തന്നെ ആയി വന്നോളൂ കേട്ടോ. ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റി വെള്ളമൊക്കെ കളയാനായിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചൂടായി വന്ന ബട്ടറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി നല്ലോണം തന്നെ ഒന്നും കൂടെ കട്ടാക്കി എടുത്തതാണ്, പൊടിയായിട്ട് കട്ടാക്കി എടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം അതേപോലെ തന്നെ സ്വീറ്റ് കോണും കൂടി ആട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസ് ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൊക്കോളി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവേ. ക്യാരറ്റിന് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ ക്യാരറ്റ് എടുത്ത് നല്ലോണം ഒന്നുകൂടി ചൂടാക്കിയതിന് ശേഷം മാത്രമാണ് ക്യാപ്സിക്കവും അതേപോലെ തന്നെ സ്വീറ്റ് കോണും ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഒന്നും കൂടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മാത്രം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒന്നും കൂടി റെഡിയായി വരുമ്പോൾ കോരിയെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസോടെ മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായി വന്ന ബട്ടറിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് പച്ചമണമൊക്കെ ഒന്നും കൂടി മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്കാണ് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നത്. മൈദ ഒരുപാട് അങ്ങോട്ട് കൂടി പോകേണ്ട, തീരെ കുറയുകയും വേണ്ട. ഏകദേശം 1 കപ്പ് പാസ്ത എടുക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഈ സമയത്തൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ ഇരിക്കുന്നത്. മൈദയുടെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്നുകൂടി കളർ മാറി വരണം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പാലാണ്. ഞാനൊരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിന് 2 കപ്പ് പാലാണ് വേണ്ടത്. ഇതേപോലെ 3 തവണയായിട്ട് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. അപ്പം മൈദയുടെ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കളഞ്ഞെടുക്കുക. അതിനുശേഷം ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ 1/2 ലിറ്റർ പാല് ഫുള്ളായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ശരിക്കും ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. കണ്ടോ, മൈദയുടെ ആണെന്നുണ്ടെങ്കിലും ആ കട്ടകളൊക്കെ നന്നായിട്ട് തന്നെ മാറി ശരിക്കും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീം ആട്ടോ. ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ അമുലിൻ്റെ ആട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിലേക്ക് കിട്ടും. നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയും അതേപോലെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാസ്തയും കൂടി ചേർത്ത് കൊടുക്കാം. കേട്ടോ, പാസ്ത എന്നാണെങ്കിലും ഒട്ടും തന്നെ ഒട്ടിയോ കുഴഞ്ഞോ ഒന്നും പോവാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ മിക്സഡ് ഹെർബ്സും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നോളൂ. നന്നായിട്ട് ഒന്നും കൂടി തിളച്ച് കുറുകി വരുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാനിവിടെ അമൂലിൻ്റെ ചീസിൻ്റെ ഷീറ്റും കൂടി 2 ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉപ്പൊക്കെ ഒന്ന് നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ആയിരുന്നു, ഞാൻ വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കണ്ടതാ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് തണുത്ത് കട്ടിയായി വന്നപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ആ ലൂസൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ പാസ്തയൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് നല്ല ക്രീമി പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ചീസും അതേപോലെ തന്നെ ഫ്രഷ് ക്രീമും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കുക, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും മിസ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കാം കേട്ടോ.
ഇനിയിപ്പോൾ നന്നായിട്ട് തണുത്ത് കുറച്ചും കൂടി കട്ടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള 1, 2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.